വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് ഈ ഡിപ്പാർട്ട്മെൻ്റൽ അക്കൗണ്ട്സിലെ സ്റ്റഡി മെറ്റീരിയലിലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള രണ്ട് കണക്കുകളാണ് ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇല്ലസ്ട്രേഷൻ 8. ഇത് 16 മാർക്സിന് പഴയ സിലബസിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യങ്ങൾ. അന്ന് അഡ്വാൻസ്ഡ് അക്കൗണ്ട്സിലായിരുന്നു, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് അക്കൗണ്ട്സിലാണ്. ഇല്ലസ്ട്രേഷൻ 8. ഗ്രാം ഉദ്യോഗ്, a retail store, has 2 departments. പക്ഷെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഇത് പുതിയൊരു സാധനമാണ്. ഡിപ്പാർട്ട്മെൻ്റൽ അക്കൗണ്ട്സിൽ തന്നെ ഉള്ളതാണെങ്കിലും ഇറ്റ്സ് ഡിഫറെൻ്റ് ലോജിക്കും കൺസെപ്റ്റുമുള്ള ഒരു പോർഷനാണ്. റീറ്റെയിൽ സ്റ്റോർ ഹാസ് 2 ഡിപ്പാർട്ട്മെൻറ്റ്, ഖാദി ആൻഡ് സിൽക്ക്. ഖാദി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് സിൽക്ക് ഡിപ്പാർട്ട്മെൻറ്റ്. For each of which stock account and memorandum markup accounts are kept. So 2 accounts are kept for this. One is stock account. Another one is markup account. Stock account എന്ന് പറഞ്ഞാൽ invoice price. Stock account is prepared here at invoice price. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് എല്ലാം ഇൻവോയ്സ് പ്രൈസിൽ എഴുതിയാൽ ഇത് ടാലിയായി പോകണം. അതുപോലെ മാർക്കപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് അക്കൗണ്ടിൽ എഴുതുന്ന ഇൻവോയ്സ് പ്രൈസിൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഇൻവോയ്സ് പ്രൈസ് മീൻസ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഫോർ എക്സാമ്പിൾ, പർച്ചേസസ് കോസ്റ്റ് 100, profit 50% above the cost, എത്ര വരും? 150. For purchased goods cost 100, now profit added 50, so 150 is the invoice price or otherwise selling price. അപ്പോൾ സെയിൽസ് ചെയ്യാൻ എഴുതുമ്പോൾ സെയിൽസ് at invoice price എത്രയായിരിക്കും എഴുതുക? 150. That means 100 worth of goods sold for 150, that created a profit of 50. പക്ഷെ 50 സ്റ്റോക്ക് അക്കൗണ്ടിൽ നിന്നല്ല ഞാൻ പ്രിപ്പയർ ചെയ്യുക, പകരം മാർക്കപ്പ് എന്ന് പറയുന്നു. മാർക്കപ്പ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ദ ലോഡിംഗ് എമൗണ്ട് ഈസ് കോൾഡ് മാർക്കപ്പ്. അപ്പോൾ മാർക്കപ്പ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 50 ഇവിടെ എഴുതും. സ്റ്റോക്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ പർച്ചേസസ് എത്ര എഴുതും? 50. നോക്കൂ, 100 plus 50, 150 ഇവിടെ എഴുതി. ആ 150യുടെ ഗുഡ്സ് ഞാൻ 150ക്ക് തന്നെ വിറ്റു. എനിക്ക് എത്ര രൂപ ലാഭം കിട്ടും? 100 ആണ് ഞാൻ 150ക്ക് വിറ്റത്. പ്രോഫിറ്റ് 50 വരും. നിങ്ങൾക്ക് മനസ്സിലാവും. ആ പ്രോഫിറ്റ് 50 ഞാൻ ഇവിടെ നിന്നാ കിട്ടുക. എനിക്ക് ഇത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിയർ ആണ് 50. കൺസെപ്റ്റ് മനസ്സിലായോ? സ്റ്റോക്ക് അക്കൗണ്ട് ഈസ് ഓൾവേസ് റിക്കാർഡഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. Sales is also recorded at invoice price. So the profit is derived from markup account. ഇതുപോലെ പല ഐറ്റംസും വരാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് വരാം, അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് റിസർവ് വരും. ഇവിടെ ഷോർട്ടേജ് വരാം, ഷോർട്ടേജ് വന്നാൽ അതിന്റെ മാർക്കപ്പ് അക്കൗണ്ട് ഇവിടെ വരും. അപ്പോൾ ഇവിടെ എഴുതുന്നത് മുഴുവനും ഇൻവോയ്സ് പ്രൈസിലാണ്. ഇവിടെ എഴുതുന്നത് അതിന്റെ മാർക്കപ്പ് എമൗണ്ട് ആണ്. ഇവിടുത്തെ മാർക്കപ്പ് ഇവിടെ എഴുതും, ഇവിടുത്തെ മാർക്കപ്പ് എമൗണ്ട് ഇവിടെ എഴുതും. ഈ കണക്കിൽ ഒരു പ്രത്യേകത വരുന്നത്, ചില സമയത്ത് സെയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന സെല്ലിംഗ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടി വരും. സപ്പോസ് സെയിൽസ് ഈസ് മെയ്ഡ് അറ്റ് 120, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയേ വരുള്ളൂ? 100ന്റെ കോസ്റ്റ് ഉള്ള സാധനം 120ക്ക് വിറ്റാൽ പ്രോഫിറ്റ് 20 വരുള്ളൂ. അപ്പൊ ഞാനിവിടെ 120 എഴുതുമ്പോൾ യഥാർത്ഥ ഇൻവോയ്സ് പ്രൈസ് ആയോ? എത്ര കുറച്ചാ വിറ്റത്? ഞാൻ 30 rupees കുറച്ചാ വിറ്റത്. അതിന് പറയുന്ന പേര് മാർക്ക് ഡൗൺ ആണ്. മാർക്കപ്പ് ബ്രാക്കറ്റിൽ മാർക്ക് ഡൗൺ അക്കൗണ്ട്. മാർക്ക് ഡൗൺ ഹൗ മച്ച്? 30 ഡൗൺ. അപ്പൊ എന്റെ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് എത്ര കുറയും? 30 കുറയും. അപ്പൊ ഞാൻ ഈ 30 എടുത്ത് ഇവിടെ വരും. ഇവിടെ ഞാൻ എഴുതും സ്റ്റോക്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ മാർക്ക് ഡൗൺ ഹൗ മച്ച്? 30. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എത്ര വരും? 20. പ്രോഫിറ്റ് എത്ര വരും? 20. അപ്പൊ എപ്പോഴാണോ മാർക്ക് ഡൗൺ ചെയ്യുന്നത്, എന്തിനാണ് മാർക്ക് ഡൗൺ ചെയ്യുന്നത്? in order to promote the sales, sometimes the department will sold the goods at a price less than their actual selling price.
That is called the marked down selling price. If the goods are marked down, then that marked down amount should be adjusted to the markup account in the debit side. അപ്പോൾ ഇത് കറക്റ്റ് ഇൻവോയ്സ് പ്രൈസ് വരും, എന്നിട്ട് ആയിരിക്കും ഓക്കെ. ആ മാർക്ക് ഡൗൺ ഇവിടെ 30 എഴുതുമ്പോൾ പ്രോഫിറ്റ് നമ്മുടെ 50 നിന്ന് 30 പോയാൽ ബാക്കി എത്രയായിട്ട് വരും? 20 ആയിട്ട് വരും. ഇതാണ് നമ്മുടെ ഇതിന്റെ ഈ ചെയ്യാൻ പോകുന്ന കണക്കിന്റെ കൺസെപ്റ്റ് ഇതാണ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ബാക്കി വായിക്കുന്നു. All the goods supplied to each department are debited to the stock account. All the goods supplied to each department are debited to the stock account at cost plus a markup, which together make up the selling price of the goods. Cost plus profit, which together make up the selling price. And account of the sale proceeds of the goods are credited. അതായത് purchased goods should be debited and sales should be credited. Purchased goods should be debited at selling price and sales is also credited with the selling price. Okay. The amount of markup is credited to the departmental markup account. If the selling price of any goods is reduced below its normal selling price, the reduction marked down is adjusted both in the stock account and in the departmental markup account. Any reduction in the selling price, here it is 30, this is to be adjusted in both in stock account and in markup account. Stock account il endina idu adjust cheyyunnathu? In order to get the actual selling price of the goods. 150 കാണ് വിൽക്കേണ്ടിയിരുന്നത്, 30 കുറഞ്ഞു. അപ്പോൾ 150 കിട്ടണമെങ്കിൽ 30 ഇവിടെ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് 120യുടെ കൂട്ടത്തിൽ 30 ഇവിടെ ക്രെഡിറ്റ് ചെയ്തത്. ആ 30 ക്രെഡിറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. സെല്ലിംഗ് പ്രൈസ് റിഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് കുറയും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് 30 ഇവിടെ എഴുതിയത്. ഇതാണ് കൺസെപ്റ്റ്. മനസ്സിലായല്ലോ? ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈ കണക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. ഓക്കെ, മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. മുന്നോട്ട് ഞാൻ പോകുന്നു. വീണ്ടും പറയുകയാണ്, stock account and in the departmental markup account. The rate of markup for the Khadi department is 33 and 1/3% of the cost. Cost in the 1/3 add ചെയ്താണ് സെല്ലിംഗ് പ്രൈസ് ആവുക. 100 ആണ് കോസ്റ്റ് എങ്കിൽ 133 and 1/3 ആണ് സെല്ലിംഗ് പ്രൈസ്. And for the silk department it is 50% of the cost. ഇവിടെ പറഞ്ഞ പോലെ 100 ആണ് കോസ്റ്റ് എങ്കിൽ 150 ആണ്. Okay, then the following figures have been taken from the books for the year ended December 2000. ഏതാണ് നിങ്ങളുടെ ബുക്കിൽ എന്ന് വെച്ചാൽ അതുപോലെ എഴുതിക്കോളൂ. Then ഖാദിയും സിൽക്കും തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഖാദി ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് ചെയ്യിപ്പിക്കാം. ഖാദിയുടെ ചെയ്തതിന് ശേഷം സിൽക്കിലേക്ക് വരാം. കുറച്ച് സമയമെടുക്കും, മനസ്സിലാക്കിയേ ചെയ്യാവുള്ളൂ. ഖാദിയിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് അറ്റ് കോസ്റ്റ് ഈസ് ഗിവൺ, പർച്ചേസസ് ഈസ് ഗിവൺ, സെയിൽസ് ഈസ് ഗിവൺ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതുമ്പോൾ, ഇവിടെ എഴുതുമ്പോൾ, സ്റ്റോക്ക് അക്കൗണ്ടിൽ എഴുതുമ്പോൾ ഏത് പ്രൈസിൽ എഴുതണം? ഇൻവോയ്സ് പ്രൈസിൽ എഴുതണം. അതിന് എത്ര പെർസെന്റേജ് കൂട്ടണം? 1/3 കൂട്ടണം. അതുപോലെ പർച്ചേസസ് എഴുതുമ്പോൾ 1/3 കൂട്ടണം. സെയിൽസ് ഏത് പ്രൈസിലായിരിക്കും? സെല്ലിംഗ് പ്രൈസിലായിരിക്കും. അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാർക്കപ്പ് അക്കൗണ്ടിലും സ്റ്റോക്ക് അക്കൗണ്ടിലും അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ആദ്യമേ 2 അക്കൗണ്ടുകൾ ഞാൻ വരച്ചിട്ടേക്കാം. ആദ്യമേ സ്റ്റോക്ക് അക്കൗണ്ട്, ഖാദി സ്റ്റോക്ക് അക്കൗണ്ട് ആൻഡ് ഖാദി മാർക്കപ്പ് അക്കൗണ്ട്. ഈ 2 അക്കൗണ്ട് വരയ്ക്കണം. ആദ്യമേ ഞാൻ വരയ്ക്കാണ് ഖാദി സ്റ്റോക്ക് അക്കൗണ്ട്. ഓർക്കുക, ഇത് ഏത് പ്രൈസിലാണ് എഴുതേണ്ടത്? ഇൻവോയ്സ് പ്രൈസ്, IP ഇൻവോയ്സ് പ്രൈസ്. അതിനുശേഷം ഏത് അക്കൗണ്ട് വരയ്ക്കണം? മാർക്കപ്പ് അക്കൗണ്ട്. ഖാദി സ്റ്റോക്ക് അക്കൗണ്ട് പോലെ തന്നെ ഖാദി മാർക്ക് അക്കൗണ്ട്, മാർക്കപ്പ് അക്കൗണ്ട്. ഖാദി സ്റ്റോക്ക് അക്കൗണ്ട് and Khadi markup account. Khadi stock account and Khadi markup account. So തിരിച്ച് മനസ്സിലാക്കുക. That is first opening. ഇത് പ്രോപ്പർ ആയിട്ട് എൻട്രി ബേസ്ഡ് ആയിട്ടൊന്നും റെക്കോർഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എഴുതി പോയാൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഗിവൺ 10,500. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,500. സോ ഞാൻ ഇവിടെ എഴുതുവാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്
semicolon, cost 10,500 add 1/3 അതിന് പറയുന്ന പേര് markup എത്രയാ 1/3 3,500 so 14,000 is to be written here. കോസ്റ്റിന്റെ കൂട്ടത്തിൽ അതിന്റെ 1/3 ആഡ് ചെയ്ത് 14,000 ആണ് എഴുതേണ്ടത്. Then purchasers semicolon cost how much? Purchasers cost 75,900 markup 1/3 ആണ് ആഡ് ചെയ്യേണ്ടത്. എത്ര വരും 1/3 25,300 002 1 101 200. അപ്പൊ ഈ രണ്ട് ഐറ്റം ഞാൻ എഴുതി. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രണ്ടിലെയും മാർക്കപ്പ് എങ്ങോട്ട് മാറ്റണം, ഇങ്ങോട്ട് മാറ്റണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എഴുതും? സ്റ്റോക്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ സ്റ്റോക്ക് റിസർവ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്ന പേരാണ് സ്റ്റോക്ക് റിസർവ്. സ്റ്റോക്ക് അക്കൗണ്ടിൽ നിന്ന് മാറ്റിയത് കൊണ്ടാണ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് ഞാൻ എഴുതിയത്. ഹൗ മച്ച് ഇറ്റ് ഈസ് 3,500. കറക്റ്റ്. നൗ സ്റ്റോക്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ പർച്ചേസസിന്റെ മാർക്കപ്പ് എത്രയാ? 25,300. മനസ്സിലായല്ലോ എഴുതുന്ന രീതി എങ്ങനെയാ? Now the sales is given. ഞാൻ സെയിൽസ് എഴുതുവാണ്. സെയിൽസ് 95,600. സെയിൽസ് എഴുതുമ്പോൾ എപ്പോഴും സെയിൽസിന്റെ താഴെ കുറച്ച് സ്പേസ് ഇട്ടേക്കണം. കാരണം മാർക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടു ബി അഡ്ജസ്റ്റഡ് ഇൻ ദ സെയിൽസ് അക്കൗണ്ട്. അടുത്ത പറയുന്നു the stock of khadi on January 1st 2011 included in the goods at the selling price at which had been marked down by 1260. These goods were sold during the year at the reduced prices. അതായത് നിങ്ങൾ FIFO മെത്തേഡ് ഫോളോ ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യമേ നമ്മൾ വിറ്റു പോകും. അപ്പൊ ഈ 95,600 ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഗുഡ്സ് ഉൾപ്പെടുന്നുണ്ട്. ഈ 14,000 രൂപയ്ക്ക് എഴുതിയിരിക്കുന്ന ഗുഡ്സ് ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് 1,200 മാർക്ക് ഡൗൺ ചെയ്താ വിറ്റിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സെയിൽസിന്റെ അകത്ത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഗുഡ്സ് വിറ്റപ്പോൾ എത്ര രൂപ കുറച്ചു? 1,260 കുറച്ചു. FIFO മെത്തേഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് സോൾഡ്, then the purchased goods sold. Here both opening and purchased goods are sold, but in this information it is said that opening stock is reduced by 1,260 and that is sold out completely. So 1,260 is marked down from the opening stock and sold. അപ്പോൾ നമ്മൾ മാർക്ക് ഡൗൺ ചെയ്തത് ഏത് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം? മാർക്കപ്പ് ബ്രാക്കറ്റിൽ മാർക്ക് ഡൗൺ ഹൗ മച്ച്? 1,260. അപ്പൊ ഞാൻ നേരെ ഇവിടെ എഴുതും സ്റ്റോക്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ മാർക്ക് ഡൗൺ ഹൗ മച്ച്? 1,260. എന്തിനാ 1,260 ഇവിടെ എഴുതിയത്? in order to get the actual selling price. നിങ്ങൾ എത്ര സെയിൽസ് കുറച്ചോ അത് ആഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കട്ടെ. Now certain stock of the value of 6,900 purchased for the khadi department were later in the year transferred to the silk department and sold for 10,350. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ കണക്ക് ഞാൻ ക്വസ്റ്റ്യൻ ക്ലാസ്സിലുള്ളതെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ എല്ലാ പിള്ളേരും പറയും 6,900 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചത് 10,350 സിൽക്കിന് ട്രാൻസ്ഫർ ചെയ്തതെന്ന്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഖാദി ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്ത ഗുഡ്സ് ട്രാൻസ്ഫർഡ് ടു സിൽക്ക് ഡിപ്പാർട്ട്മെന്റ് at its usual cost price and the silk department sold it for 10,350 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. I will repeat. Certain stock of the value of 6,900 purchased for the khadi department. Khadi department വാങ്ങിച്ച 75,900 6,300 later in the year transferred to silk department. Okay, and sold for 10,350. Who sold these goods? Silk department sold these goods at their selling price, not the selling price of the khadi. Okay, so I will repeat.
Purchased goods transferred it to silk department. Who is the receiving department? Silk is the receiving department. They will debit. Who is the supplying department? Khadi department is the supplying department. They will credit. അപ്പോൾ നമ്മൾക്ക് ഖാദി ഡിപ്പാർട്ട്മെന്റ് ഇവിടെയാണ്, ഇവിടെ ക്രെഡിറ്റ് ചെയ്യണം, സിൽക്കിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ഖാദി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ബോർഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിൽക്ക് വരുമ്പോൾ അത് ഓർത്ത് ചെയ്തോണം. ഖാദി നമുക്ക് ചെയ്യാം. ഞാൻ ട്രാൻസ്ഫർ എഴുതുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടേ ചെയ്യുന്നുള്ളൂ. ട്രാൻസ്ഫർ ഹൗ മച്ച് 6900. അപ്പൊ ഈ പർച്ചേസ്ഡ് ഗുഡ്സ് 6900 പോകും. ആർക്ക് പോകും? സിൽക്കിന് പോകും. ഇതുവരെ സെയിലാ. അപ്പൊ ഇത് എഴുതുമ്പോൾ ഏത് പ്രൈസിൽ എഴുതാമല്ലോ ഇവിടെ? ആറ്റ് 1/3 മാർക്കപ്പ്. മാർക്കപ്പ് 1/3 എത്ര വരും? 3300. അപ്പൊ എത്ര വരും? 6900 പ്ലസ് 3300. 6900 1/3 കറക്റ്റ് അല്ലേ? 1/3 2300 only. 2300. That comes to 002 9200. 9200. ഇത് ആരാ റിസീവ് ചെയ്തത്? സിൽക്കാ. സിൽക്ക് റിസീവ് ചെയ്യുമ്പോൾ എത്രയ്ക്കായിരിക്കും എഴുതുക? അവരുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6900 പ്ലസ് 50% ഓഫ് 6900. അത് സിൽക്കിന്റെ അക്കൗണ്ടിലാ. നമ്മൾ ഖാദിയിൽ ഏത് പ്രൈസ് എഴുതാവുള്ളൂ? അവരുടെ ഇൻവോയ്സ് പ്രൈസ് എഴുതാവുള്ളൂ. 1/3 ആഡ് ചെയ്തത് മനസ്സിലാക്കണം. ഖാദി ഡിപ്പാർട്ട്മെന്റ് will record the stock account at their invoice price only. അപ്പോൾ ഈ 2300 ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. സ്റ്റോക്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ഫർ how much? 2300. Clear? Now ക്വസ്റ്റ്യന്റെ ബാക്കി ഭാഗത്തിലേക്ക് പോകാം. During the year, അതിൽ കുറച്ചുകൂടി വ്യക്തമായി പറയും. As a result, though the cost of the goods is included in the Khadi department, the sale proceeds have been credited to the silk department. Sales ആരാ എഴുതിയിരിക്കുന്നത്? സിൽക്കാണ്. സിൽക്കാണ് ഇത് പബ്ലിക്കിനെ വിട്ടിരിക്കുന്നത്. ഓക്കെ, സിൽക്കിന്റെ കണക്ക് ചെയ്യുമ്പോൾ ഞാനത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. During the year 2011, to promote sales, the goods were marked down as follows. അപ്പൊ വീണ്ടും പർച്ചേസ്ഡ് ഗുഡ്സ് വിൽക്കാൻ വേണ്ടി ഓപ്പണിംഗ് സ്റ്റോക്ക് വിറ്റുപോയി. ഓപ്പണിംഗ് സ്റ്റോക്ക് വിറ്റപ്പോൾ വില കുറച്ചാ വിറ്റത്. ഇനി നമുക്ക് ഖാദിയുടെയും സിൽക്കിന്റെയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് വിറ്റിരിക്കുന്ന കാര്യം ഇവിടെ പറയുക. ഖാദി 5600 രൂപ കോസ്റ്റ് ഉള്ള ഗുഡ്സ് 360 മാർക്ക് ഡൗൺ ചെയ്താണ് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതാ അവർ ഡ്യൂറിംഗ് ദ ഇയർ ടു പ്രൊമോട്ട് സെയിൽസ് ഗുഡ്സ് വർ മാർക്ക് ഡൗൺ ആസ് ഫോളോസ്. ഇത് വിറ്റുപോയോ ഇല്ലെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ കോസ്റ്റ് 10,000 മാർക്ക് ഡൗൺ ബൈ 2000. ഇത് കംപ്ലീറ്റ് ആയിട്ട് വിറ്റാൽ നിങ്ങളുടെ സെയിൽസിൽ ഇത്രയും കുറവ് വരും. കംപ്ലീറ്റ് ആയിട്ട് വിറ്റില്ലെങ്കിൽ വിറ്റ ഗുഡ്സേ അത്രയും കുറയുള്ളൂ. That I will repeat. All the goods marked down were sold except silk of the value of 5,000 marked down by 1,000. അപ്പൊ ഖാദിയുടെ മാർക്ക് ഡൗൺ ചെയ്ത ഗുഡ്സ് മുഴുവൻ വിറ്റുപോയി എന്ന് പറയുന്നുണ്ട്. സിൽക്കിന്റെ വന്നപ്പോൾ 10,000-ൽ 5,000 മാർക്ക് ഡൗൺ ചെയ്തതേ വിറ്റുപോയുള്ളൂ. ബാക്കി 5,000 റിമെയിൻ ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അത് സിൽക്കിന്റെ വരുമ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ ഖാദിയെ സംബന്ധിച്ചിടത്തോളം the entire goods marked down is sold by a reduced price of 360. അപ്പൊ ഈ സെല്ലിംഗ് പ്രൈസിൽ എത്ര രൂപ കുറഞ്ഞിട്ടുണ്ട്? 360 കുറഞ്ഞിട്ടുണ്ട്. ഈ കോസ്റ്റ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് വിറ്റുപോയോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി. 5,600ന്റെ വാല്യൂ ഉള്ള ഗുഡ്സ് എത്ര റെഡ്യൂസ് ചെയ്തോ? 360. അത് വിറ്റോ ഇല്ലയോ എന്ന് അടുത്ത പാരഗ്രാഫ് നോക്കിയപ്പോൾ entire goods are sold out at a reduced price of 360. സോ വീണ്ടും എഴുതുക മാർക്കപ്പ് ബ്രാക്കറ്റിൽ മാർക്ക് ഡൗൺ how much? 360. ഞാൻ ഇവിടെ എഴുതുമ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ മാർക്ക് ഡൗൺ how much? 360. ഇത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ബുക്കിൽ എഴുതിയേ ചെയ്യാവുള്ളൂ. അല്ലാണ്ട് ബുക്ക് നേരെ കോപ്പി അടിച്ച് വെച്ചിട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞു തരുന്ന ഓർഡറിൽ എൻ്റെ ഒപ്പം കേട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ്. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നത്, മനസ്സിലാക്കി എടുക്കണമേ. Then all the goods marked down were sold except silk. That means all the goods marked down by the Khadi are completely sold out. Clear? Then
At the time of stock taking on December 31st, 2011, it was discovered that khadi cloth of the cost of 390 was missing and it was decided that amount to be written off. ഖാദിയുടെ സ്റ്റോക്കിൽ 390യുടെ ഷോർട്ടേജ് ഉണ്ടായി. ഷോർട്ടേജ് ഉണ്ടായാൽ ക്രെഡിറ്റ് സൈഡിൽ വരും, സർപ്ലസ് ഉണ്ടായാൽ ഡെബിറ്റ് സൈഡിൽ വരും. അപ്പൊ അതിന് പറയുന്ന അബ്നോർമൽ ലോസ് എന്ന ഐ വിൽ റൈറ്റ് അബ്നോർമൽ ലോസ്. ഹൗ മച്ച്? 390. Abnormal loss is 390. Add markup. എത്രയും കൂടെ ആഡ് ചെയ്യണം? 1/3, 130. So amount comes to 520. 520 is the invoice price of the shortage. ഇത് എഴുതുന്നത് ഇവിടെ ഇങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ ഈ കണക്കിന്റെ പ്രത്യേകത ഇതാ, സ്റ്റോക്ക് അക്കൗണ്ടിൽ എപ്പോഴും ഇൻവോയ്സ് പ്രൈസിൽ എഴുതുള്ളൂ. That is why I am adding 1/3 in all the items. And sales is always at selling price. ആ സെല്ലിംഗ് പ്രൈസ് ഡൗൺ ആക്കിയാണ് വിറ്റതെങ്കിൽ അത് ആഡ് ചെയ്താണ് യഥാർത്ഥ സെല്ലിംഗ് പ്രൈസിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ 130 എഴുതിയാൽ അതിവിടെ വരണം, ഓപ്പോസിറ്റ് സൈഡിൽ വരണം. സ്റ്റോക്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ അബ്നോർമൽ ലോസ് ഷോർട്ടേജ് എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഗുഡ്സ് ലോസ് എന്ന് എഴുതിയാൽ മതി. ഹൗ മച്ച്? 130. കറക്റ്റ്. നൗ ഇനി എന്താ ഉള്ളത്? At the time of stock taking, then you are required to prepare both the department for memorandum stock account and memorandum markup account. അപ്പോൾ നമ്മൾ ഖാദിയുടെ എല്ലാ ഐറ്റംസും എഴുതി. ഇനി നമ്മൾ ഇത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ 1,15,200 ഇവിടെ ബാലൻസിംഗ് ഫിയർ വരും. ഈ ബാലൻസിംഗ് ഫിയർ എന്തായിരിക്കും? ആലോചിച്ച് നോക്കൂ. സ്റ്റോക്കിന്റെ അകത്ത് ബാലൻസിംഗ് ഫിയർ ഇവിടെ വന്നാൽ എന്തായിരിക്കും? What is it? എന്തായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് തൊട്ട് എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാലൻസിംഗ് ഫിയർ എന്തായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നത് എന്താ? ക്ലോസിംഗ് സ്റ്റോക്ക്. ശ്രദ്ധിക്കൂ, ഇവിടെ എല്ലാം ഞാൻ ആഡ് മാർക്കപ്പ് എന്നും പറഞ്ഞ് എഴുതി വന്നു. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാൽ ഏത് പ്രൈസിലായിരിക്കും ബാലൻസിംഗ് ഫിയർ വരിക? ഇൻവോയ്സ് പ്രൈസ്. ബാലൻസിംഗ് ഫിയർ എത്ര വന്നു? 8260. ഇത് ഏത് പ്രൈസ് ആയിരിക്കും? ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏതും കൂടി ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും, പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കും 8260. ആലോചിച്ച് നോക്കൂ, കോസ്റ്റിന്റെ 1/3 ആഡ് ചെയ്താൽ 133 and 1/3 ആയിരിക്കും ഈ 8260. അപ്പൊ അതിലെ സ്റ്റോക്ക് റിസർവ് കാണാൻ എന്ത് ചെയ്യണം? 1/3 of cost is equal to 1/4 of the invoice price. 1/3 of the cost is equal to 1/4 of the invoice price. അതായത് 33 and 1/3 divided by 133 and 1/3 simplify ചെയ്താൽ കിട്ടുന്നതാണ് 1/4. So 1/4 of 8260 is the closing stock reserve. Closing stock reserve is equal to 8260 into 1/4. 8260 into 1/4. That comes to 2065. 2065. ഒന്നുകൂടി ചെക്ക് ചെയ്തേക്കാം. 8260 divided by 4 is equal to 2065. Then balance it. Balance ചെയ്യുമ്പോൾ എത്ര ബാലൻസ് വരും നോക്കൂ? 28,800. The balancing is 22,685 is the profit. This is the profit in this business. ട്രേഡിംഗ് P&L അക്കൗണ്ട് എഴുതി കാണുന്നതിന് പകരം ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഒരു വളഞ്ഞ മാർഗം എന്നേ ഉള്ളൂ. പക്ഷെ കണക്ക് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. ഇതാണ് ഖാദിയുടെ സ്റ്റോക്കും ഖാദിയുടെ മാർക്കപ്പും. ഇനി നമുക്ക് സിൽക്കിന്റെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സിൽക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാം. സിൽക്കിന്റെ സ്റ്റോക്ക് അക്കൗണ്ട് നോക്കൂ. ക്വസ്റ്റ്യൻ ഓപ്പണിംഗ് സ്റ്റോക്ക് സിൽക്കിന്റെ 18,600. അപ്പൊ നമ്മൾ എന്ത് എഴുതും? സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് മുമ്പത്തെ പോലെ തന്നെ സെമിക്കോളൻ ഇട്ടു. കോസ്റ്റ് 18,600 cost 18,600. add markup എത്രയാണ്? 50% ആണ്. 1/2 ആണ്. 1/2 എന്ന് പറയുമ്പോൾ നേരെ ഹാഫ് എത്ര വരും? 9,300. എത്ര വന്നു? 27,900. then purchases മനസ്സിലായേക്കാം. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയേക്കാം. കോസ്റ്റ് 93,400. markup how much? 46,700. total
140, 100. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ നമുക്ക് ഇവിടെ എഴുതണം. Then ഇവിടെ എഴുതുമ്പോൾ stock account ബ്രാക്കറ്റിൽ stock reserve how much 9300, isn't it? Then purchases വീണ്ടും stock account ബ്രാക്കറ്റിൽ purchases 46700. Okay, then sales is given. How much sales? 1,25,000. 1,25,000. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സിൽക്ക് 6,900 ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി. അപ്പൊ ഇവിടെ എന്ത് എഴുതും? ട്രാൻസ്ഫർ. ഡെബിറ്റ് ചെയ്യുന്നത് സിൽക്ക എത്ര? 6,900. ആഡ് മാർക്കപ്പ് എത്ര പെർസെന്റേജ് കൂട്ടണം? 50%. 1/2. 6,900 ന്റെ 50%. 3450. 10,350. ഇത് വിറ്റിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 10,350 ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ അകത്ത് സിൽക്കിന്റെ വാല്യൂ 10,350 എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് സിൽക്ക് 10,350ക്ക് റിസീവ് ചെയ്തു എന്നല്ല അർത്ഥം. അപ്പൊ ഖാദിയുടെ കോസ്റ്റിന് തന്നെയാണ് സിൽക്കിന് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഖാദി 6,900 വാങ്ങി സിൽക്കിന് 6,900 ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ ഖാദിയുടെ ബുക്കിൽ എഴുതുമ്പോൾ ഖാദിയുടെ ഇൻവോയ്സ് പ്രൈസിലും സിൽക്കിന്റെ ബുക്കിൽ എഴുതുമ്പോൾ സിൽക്കിന്റെ ഇൻവോയ്സ് പ്രൈസിലും എഴുതും. പക്ഷെ ഈ ട്രാൻസ്ഫർ ചെയ്ത ഗുഡ്സ് എൻറ്റയർ ഗുഡ്സ് ഈസ് സോൾഡ് ഇൻ ദിസ് 1,25,000. ഓപ്പണിംഗ് സ്റ്റോക്കിലെ ഗുഡ്സ് വിറ്റിട്ടുണ്ടാകാം, പർച്ചേസ്ഡ് ഗുഡ്സ് വിറ്റിട്ടുണ്ടാകാം, ട്രാൻസ്ഫർ ചെയ്ത് റിസീവ് ചെയ്ത ഗുഡ്സ് വിറ്റിട്ടുണ്ടാകാം. എനിവേ ദ സെയിൽസ് ഈസ് ഗിവൺ 1,25,000. ഇതിൽ മാർക്ക് ഡൗൺ ചെയ്തിരുന്നെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടില്ല 10,350ക്ക് വിറ്റു എന്നാ പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫർഡ് ഗുഡ്സിൽ മാർക്ക് ഡൗൺ ചെയ്തിട്ടില്ല, ഓപ്പണിംഗ് സ്റ്റോക്കിലെ ഗുഡ്സിൽ മാർക്ക് ഡൗൺ ചെയ്തിട്ടില്ല. ഇതുവരെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല നമ്മളോട്. പിന്നെ പറയുവാണ്, ക്വസ്റ്റ്യന്റെ അകത്ത് പറയുന്നു സെയിൽസ് then during the year 2011 to promote sales of the goods were marked down as follows. സിൽക്കിന്റെ 10,000 നാണ് 2,000 മാർക്ക് ഡൗൺ ചെയ്തത്. അതിൽ 5,000 വിറ്റിട്ടുള്ളൂ, 5,000 സ്റ്റോക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ മാർക്കപ്പ് അക്കൗണ്ട് എഴുതുമ്പോൾ മാർക്കപ്പ് ബ്രാക്കറ്റിൽ മാർക്ക് ഡൗൺ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. 2,000 for 10,000. How much sold? 5,000 sold. ഇപ്പൊ 6,000 വിറ്റിരുന്നെങ്കിൽ ഞാൻ 6,000 എന്ന് എഴുതിയാണ്. 4,000 വിറ്റിരുന്നെങ്കിൽ 4,000 എന്ന് എഴുതിയാണ്. 5,000 മാർക്ക് ഡൗൺ എത്ര? 10,000 2,000 ആണെങ്കിൽ 5,000 1,000. റൈറ്റ്? അതാണ് മാർക്ക് ഡൗൺ ചെയ്തിരിക്കുന്നത്. 10,000 രൂപയുടെ ഗുഡ്സിനാണ് 2,000 മാർക്ക് ഡൗൺ ചെയ്തിരിക്കുന്നതെങ്കിൽ 5,000 വിറ്റ ഗുഡ്സിന് എത്ര മാർക്ക് ഡൗൺ ചെയ്തു? 1,000. ആ 1,000 എവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? സ്റ്റഡി മെറ്റീരിയലിൽ 2,000 ഇട്ടാ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന് സ്റ്റോക്കില്ലാതെ പ്രശ്നം വരും. ഞാൻ വിറ്റ ഗുഡ്സിന്റെ മാർക്ക് ഡൗൺ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ത് എഴുതും? ടു സ്റ്റോക്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ മാർക്ക് ഡൗൺ ഹൗ മച്ച്? only 1,000. 2,000 അല്ല 1,000 എഴുതും. then അടുത്തത് ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ സിൽക്കിന്റെ അകത്ത് ഓൾഡ് ഗുഡ്സ് വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം എഴുതി. ഇനി ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ സിൽക്കിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ 27,900, 1,40,000, 100, 10,350, then sales 1,25,000, markup 1,000, balance carry down. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 1,78,350, 1,78,350. Balancing figure comes to 52,350. 52,350. Am I right? Yes, correct. 1,52,350 is the invoice price. അപ്പൊ ഇനി എനിക്ക് എഴുതാനുള്ളത് 1,000 ഇവിടെ എഴുതിയിട്ടുണ്ട്. 9,300, 46,700. ഈ 3450 എഴുതിയിട്ടില്ല. ട്രാൻസ്ഫർ സ്റ്റോക്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ ട്രാൻസ്ഫർ എത്ര എഴുതണം? 3450. Am I right? Then ഇവിടെ എന്ത് എഴുതും? ക്ലോസിംഗ് സ്റ്റോക്ക് റിസർവ് എത്ര? 52,350 is the selling price. That is 150. Cost plus 50. അതിൽ എത്ര പ്രോഫിറ്റ്? 50. അതായത് 1/3 എടുക്കണം. 52,350 യുടെ 1/3. അതായത് കോസ്റ്റ് പ്ലസ് 1/2 ഓഫ്
cost is equal to 1/3 on sales. 1/3 on cost is equal to 1/4 on sales. അതാണ് കാര്യം ചെയ്തത്. ഇവിടെ 1/2 of cost is equal to 1/3 on sales. Okay, this is the selling price. That is 1/3 of this is the reserve. That is 17,450. ഈ സ്റ്റോക്കിന്റെ റിസർവ് ഇവിടെ എഴുതണം. Then balance it. Then you will get the profit. Then the total വരുന്നത് 59,450. 59,450. Balancing figure is 41,000. 41,000. 41 plus 42? Yes, correct. 41,000 is the profit. So this is the answer of silk department. Profit is 41,000. അപ്പോൾ ഈ കണക്ക് ഇത്രയും ഉണ്ട്. അതിനുശേഷം അവർ സ്റ്റഡി മെറ്റീരിയലിൽ ഇത് പ്രൂവ് ചെയ്യുന്ന വർക്കിംഗ് നോട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാവുന്ന നോക്കുക, എത്രയാണോ സെയിലിന്റെ അടുത്ത് മാർക്ക് ഡൗൺ കൂട്ടുമ്പോൾ നമുക്ക് യഥാർത്ഥ സെയിൽസ് പ്രൈസ് കിട്ടി. അതിനകത്ത് നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചിട്ട് മാർക്ക് ഡൗൺ കുറയ്ക്കുമ്പോൾ യഥാർത്ഥ ലാഭം കിട്ടും. അവിടെ വർക്കിംഗ് നോട്ടായിട്ട് അവർ തന്നിട്ടുണ്ട്. വർക്കിംഗ് നോട്ട്, വെരിഫിക്കേഷൻ ഓഫ് പ്രോഫിറ്റ്, യൂസ് യുവർ ബ്രെയിൻ. സെയിൽസ് എത്ര, സെയിൽസിന്റെ എത്ര പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൽ മാർക്ക് ഡൗൺ ചെയ്ത് എത്ര, അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് യഥാർത്ഥ പ്രോഫിറ്റ്. കിട്ടിയ പ്രോഫിറ്റ് കിട്ടും. അത്ര സിമ്പിൾ ആണ് ഈ ടോപ്പിക്. പക്ഷെ ചെയ്യുന്ന രീതി കുറച്ച് കട്ടിയാണെന്ന് മാത്രം. ഇത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒരു കണക്കും കൂടെ ചെയ്യാനായിട്ടുണ്ട്. അത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഓക്കെ, practical question number 3. Marcius Limited has several departments. Goods supplied to each department are debited to memorandum departmental stock account. Here the memorandum word is included. Memorandum means not actual. Memorandum stock account and memorandum markup account. At cost plus a fixed percentage to give department normal selling price. Markup is credited to memorandum departmental markup account, and any reduction in selling price will require adjustment in the stock account and in the markup account. കഴിഞ്ഞാണെങ്കിൽ ഞാനത് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇനി അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മാർക്ക് ഡൗൺ ചെയ്താൽ സ്റ്റോക്ക് അക്കൗണ്ടിലും അതുപോലെ തന്നെ മാർക്കപ്പ് അക്കൗണ്ടിലും അഡ്ജസ്റ്റ് ചെയ്യണം. The markup for department A for the last 3 years has been 25%. Cost plus 25. Suppose the cost is 100, then the invoice price comes to 125. Am I right? From the relevant figures, department A is given opening stock 65,000. Naku memorandum stock account. The opening stock 65,000. Profit 25%. That is 1/4. 16,250, 81,250. Are the opening stock reserve ആയിട്ട് എഴുതി. Opening stock in the profit element, opening stock reserve. Okay. Then purchases 2 lakh in the 25%, 50,000. So 2,50,000. That 50,000 here it is 50,000. Correct. Sales is given. Sales 3 lakhs is given. Sales at selling price. It is further noticed that shortage of stock found during the year costing 1,000 for return off, abnormal loss return off. Shortage means due to abnormal reasons. Loss of fire ആയിരിക്കാം, loss due to fire ആയിരിക്കാം, loss due to pilferage ആയിരിക്കാം, loss due to theft ആയിരിക്കാം. Anyway, stock is reduced by so much amount. So that amount is to be credited. അതാണ് abnormal loss എന്ന് എഴുതിയത്. Cost എത്രയാണ് 1,000 and the profit എത്ര വരും 250. That comes to 1,250. Right? 250 here also. The stock account abnormal loss 250. ഇതിലെ 250 ഇവിടെ എഴുതി. Then opening stock includes goods costing 6,000 had been sold during the year, had been marked down by 600. The remaining stock had been sold during the year. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ 6,000 രൂപയുടെ ഗുഡ്സ് മാർക്ക് ഡൗൺ ചെയ്താ വിറ്റത്. ബാക്കി എല്ലാ ഗുഡ്സും യഥാർത്ഥ സെല്ലിംഗ് പ്രൈസിലാണ് വിറ്റത്. അപ്പൊ 6,000 രൂപയുടെ ഗുഡ്സ് എത്ര മാർക്ക് ഡൗൺ ചെയ്തു? 600. നിങ്ങളുടെ സെയിൽസ് എത്ര കുറഞ്ഞു? 600. അത് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിൽ 600 രൂപ കുറച്ച് വിറ്റത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. 600 രൂപ എവിടെയും വരണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ എഴുതിയിരിക്കുന്നതിൽ only entire opening stock is sold out, but out of the opening stock 6,000 marked down by 600, that is also sold at a reduced price. So that 600 is adjusted there. 600 ഇവിടെയും adjust ചെയ്തു. Clear?
Then goods purchased during the year had been marked down by 1,200 at from a cost of 15,000. Marked down stock costing 5,000 remain unsold. 15,000 ൽ 1,200 marked down ചെയ്തു. കഴിഞ്ഞ കണക്കിൽ 10,000 ൽ 2,000 marked down ചെയ്തു. 5,000 വിറ്റു. ഇവിടെ 15,000 ൽ 1,200 marked down ചെയ്തു. എത്ര വിറ്റു? 5,000 remain unsold. That means 10,000 sold. അപ്പോൾ എനിക്കിവിടെ മാർക്ക് ഡൗൺ അറിയേണ്ടത് 1,200 for 15,000. So for 10,000 sold in എത്ര വരും? That is only 800. So I will credit here 800. 800 രൂപയുടെ സെയിൽസ് കുറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഗുഡ്സ് വിറ്റിട്ടില്ല. അതുകൊണ്ട് വെറുതെ ഞാൻ കൊണ്ടുപോയി 1,200 ഇവിടെ എഴുതേണ്ട കാര്യമില്ല. എത്ര സെയിൽസ് കുറഞ്ഞോ അത് മാത്രം ഇവിടെ എഴുതിയാൽ മതി. 10,000 ഗുഡ്സ് വിറ്റുള്ളൂ, അതിൽ കുറഞ്ഞ എമൗണ്ട് 800 ആ. ബാക്കി സ്റ്റോക്കിൽ വന്നോളൂ. ഓക്കെ, അപ്പോൾ ആ 800 ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. ക്ലിയർ? നെക്സ്റ്റ്, the departmental closing stock is to be valued at cost subject to adjustment for markup and markdown. ഇത്രയേ ഉള്ളൂ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, നോർമൽ ലോ, സെയിൽസ് രണ്ടു പ്രാവശ്യം മാർക്ക് ഡൗൺ ചെയ്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് മാർക്ക് ഡൗൺ ചെയ്തു, ഇതല്ലാതെ ഗുഡ്സ് മാർക്ക് ഡൗൺ ചെയ്തു. Then ബാക്കി ബാലൻസിംഗ് ഫിഗർ, balance carried down is the balancing figure. Am I right? 28,600 is the invoice price. Here the invoice price is cost is 100, profit is 25. So the invoice price is 125. Invoice price 25 is the profit element. Opening stock reserve ഇവിടെ എഴുതി, ഇത് ഇവിടെ എഴുതി, 250 ഇവിടെ എഴുതി, 600 എഴുതി, 800 എഴുതി. Then closing stock reserve 28,600 into 1/5 അല്ലെങ്കിൽ 28,600 into 25 by 125. That comes to 5720. അപ്പോൾ ഇതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ 28,600 നിന്ന് 5720 കുറച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥ ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടും. The balancing figure is the profit. Balancing figure is the profit. That comes to how much? 58,800. ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. You are required to prepare departmental trading account for department A. ഞാൻ എഴുതിപ്പിച്ചില്ല. മെമ്മോറാണ്ടം സ്റ്റോക്ക് അക്കൗണ്ട് എഴുതിപ്പിച്ചു, മെമ്മോറാണ്ടം മാർക്കപ്പ് അക്കൗണ്ട് എഴുതിപ്പിച്ചു. ട്രേഡിംഗ് അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാം. യൂഷ്വലി ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നോക്കിയാൽ അറിയാം, ക്വസ്റ്റ്യനകത്ത് ചെയ്തിട്ടുണ്ടാകും. ഉണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് 65,000, പർച്ചേസസ് 2 lakhs, സെയിൽസ് എത്രയാണോ യഥാർത്ഥ സെയിൽസ് അത് തന്നെ എഴുതി 3 lakhs. ഓക്കെ, ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് അതിന്റെ കോസ്റ്റ് പ്രൈസിൽ എഴുതണം. ലോസ് ഓഫ് സ്റ്റോക്ക് എവിടെ എഴുതും? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുമ്പോൾ ഏത് പ്രൈസിൽ എഴുതണം? 28,600 ൽ നിന്നും 5720 കുറച്ചിട്ടുള്ള വാല്യൂ എഴുതണം. 28,600 അതാണ് ലാസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ ക്ലോസ് ട്രേഡിംഗ് അക്കൗണ്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഷോർട്ട് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ യഥാർത്ഥ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. 28,600 minus 5720. Then balance you will get the gross profit. ഈ ആൻസർ തന്നെ കിട്ടും. 58,880 തന്നെ കിട്ടും. 58,880 തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 3 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് മെമ്മോറാണ്ടം സ്റ്റോക്ക് അക്കൗണ്ട്, then മെമ്മോറാണ്ടം മാർക്കപ്പ് അക്കൗണ്ട്, then the trading account at its actual cost price. In actual cost price, both opening, purchases, closing stock should be valued at its cost price and sales should be recorded at selling price. കൂടാതെ ഷോർട്ടേജ് വന്നതും കാണിക്കുക. The correct answer കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പം ഈ രണ്ട് കണക്കുകളും ചെയ്യുക. ഈ രണ്ട് കണക്കുകളും ചെയ്ത് നിർത്തുക. ഇതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിന് എന്തെങ്കിലും കുറച്ച് പോർഷനും കൂടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ, അതുവരേക്കും വണക്കം.